എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധര്യം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് മകരം രാശിയുടെ രാഹുകേതുക്കളുടെ 2026 മാറ്റം, നമുക്ക് അതിനെ എങ്ങനെ കളർ തെറാപ്പി വസ്ത്രങ്ങളുടെ കളറുകൾ കൊണ്ടും അതുപോലെ ജം തെറാപ്പി മൂലവും നമുക്ക്, അതായത് രക്തക്കല്ലുകൾ മൂലവും നമുക്ക് കൺട്രോൾ ചെയ്യാം. ദോഷാവസ്ഥകളെ കൺട്രോൾ ചെയ്യുകയും നല്ല അവസ്ഥകളെ ബൂസ്റ്റ് ചെയ്യാനും ശ്രമിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇതുപോലെ കർമ്മ ദോഷ പരിഹാരങ്ങളായിട്ടും DNA അസ്ട്രോളജി പരിഹാരമായിട്ടും ആത്മീയ പരിഹാരമായിട്ടും ബാച്ച് ഫ്ലവർ റെമഡിയുടെ ആയിട്ടും ഈ മകരം രാഹുകേതുക്കളുടെ ട്രാൻസിറ്റിനെ പറ്റി വീഡിയോകൾ അയച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് കാണുക. നിങ്ങൾക്കിത് കൂടുതൽ പ്രയോജനപ്പെടും. നിങ്ങൾ കൂടുതൽ ഗ്രഹങ്ങളെ പറ്റി മനസ്സിലാക്കാൻ നടക്കും. പ്രത്യേകിച്ച് മകരം രാശിക്കാർക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് വന്നിട്ട് ഗോചരാവസ്ഥയിലുള്ള രാഹുകേതുക്കളുടെ അവസ്ഥകൾ മാത്രമാണ്. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഇതൊരു 10 മുതൽ 15% വരെയാണ് നമ്മുടെ ജാതകത്തിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ജനനജാതകത്തിലെ രാഹുകേതുക്കളുടെ അവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജാതകത്തിലെ മാന്തിയുടെ അവസ്ഥയും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാഹുകേതുക്കൾ തീർച്ചയായിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടാക്കും. ഈവൻ നമുക്ക് എന്താ പറയുന്നത്, വ്യാഴം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ശനി ഭഗവാൻ നന്നായിട്ടുണ്ട്, ശുക്രൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും രാഹുകേതുക്കൾ അതൊരു ഗ്രഹങ്ങളാണ്. അതിൻ്റെ ആക്ഷൻ വന്നിട്ട് അത് നിഴൽ ഗ്രഹങ്ങളാണ്. അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ കോസ്മിക് എനർജിയെ ബ്ലോക്ക് ചെയ്ത് അത് നമ്മളെ കൂടുതൽ ബാധിക്കാതെ ഈ രാഹുകേതുക്കൾക്ക് കഴിയും. അതുപോലെ അതിനേക്കാൾ പ്രധാനമായിട്ട് വേറെ ഒന്നുണ്ട്, മാന്തി. പക്ഷെ മാന്തി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ജനന ജാതകത്തിലുള്ള മാന്തിയുടെ അവസ്ഥ തീർച്ചയായിട്ടും ഒരാൾക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അത് പല രീതിയിൽ ഓരോ ലഗ്നം മുതൽ 12ാം ഭാവം വരെ എവിടേക്കാണോ മാന്തിയുടെ നോട്ടം, തീർച്ചയായിട്ടും മാന്തി നിൽക്കുന്ന സ്ഥലമല്ല ജാതകത്തിൽ വെച്ചല്ല എടുക്കണ്ടേ, അതിൻ്റെ നോട്ടം എവിടേക്കാണെന്ന് മനസ്സിലാക്കി ആ രാശിയെ, ആ ഭാവത്തെ അത് ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. അത് ശത്രുദോഷമെന്ന് നമ്മൾ പറയും. ശത്രുദോഷത്തിൻ്റെ വിവിധ രൂപങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അതുപോലെ രാഹുകേതുക്കൾക്കും നിങ്ങൾ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ മറ്റു ശുഭഗ്രഹങ്ങളായാലും ശനി ഭഗവാൻ, നമ്മളിപ്പോൾ എല്ലാവരും പലരും കൺഫ്യൂസ് ആയിരിക്കുന്നത് ശനി ഭഗവാനാണ്. ശനിദോഷത്തിലെ മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശനിദോഷം ഉണ്ട്, തീർച്ചയായിട്ടും ഇല്ലെന്നല്ല, ശനിയുടെ ദോഷങ്ങൾ വളരെ ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണക്കാർക്ക് എഫക്റ്റ് ആകാവുന്ന എന്നാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ദോഷാവസ്ഥകളാണ് രാഹുകേതുക്കളുടെ അവസ്ഥയും അതുപോലെ തന്നെ ഈ ഗുളികൻ്റെ ദോഷാവസ്ഥയും. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കാണണം. ഇനി നമുക്ക് കളർ തെറാപ്പിയെ പറ്റി തന്നെ നമ്മുടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന കളർ തെറാപ്പിയെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. കളർ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണയായിട്ട് മറ്റ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിഹാരമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്കൊരു കാര്യം അറിയാമല്ലോ, നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കളറുണ്ട് അല്ലേ. സൂര്യൻ എന്ന് പറഞ്ഞാൽ സാഫ്രോൺ ആണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെള്ള കളറാണ്, അതുപോലെ ഇപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് കളർ. ഇപ്പോൾ ഉത്രാടം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതിൻ്റെ അധിപൻ, അതുകൊണ്ട് തന്നെ സാഫ്രോൺ ആണ് അതിൻ്റെ കളറ്. തിരുവോണം എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ്, വെള്ള കളറാണ്. അവിട്ടം എന്ന് പറയുമ്പോൾ ചൊവ്വയാണ്, ചുവപ്പ് കളറാണ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ബുധൻ എന്ന് പറയുന്നത് യഥാക്രമം പച്ച കളറാണ്. ഇതിപ്പോൾ നമുക്ക് ദോഷാവസ്ഥകളുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ടൊരു ബുധൻ്റെ ദോഷമുണ്ട്, അല്ലെങ്കിൽ ചൊവ്വയുടെ ദോഷമുണ്ട്. അപ്പോൾ ആ ദോഷാവസ്ഥകളെ മാറ്റാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇതേ കളറുള്ള ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഇതേ കളറുള്ള ഒരു ടവലോ ഒരു കർച്ചീഫോ ഒക്കെ നമുക്ക് കൂടെ ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക,
ഈ ഗ്രഹബലം എന്ന് പറയുന്ന ഒന്നുണ്ട് ജാതകത്തിൽ. ഒരുപക്ഷെ ഗ്രഹബലം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ചൊവ്വയുടെ കാര്യം തന്നെ എടുക്കാം. ചൊവ്വ എന്ന് പറയുന്നത് ചുവപ്പ് കളറാണല്ലോ എന്നെ ആക്റ്റീവ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജാതകത്തിലെ ചൊവ്വയുടെ അവസ്ഥ വന്നിട്ട് ഇഷ്ടബലദായകനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ വളരെ നല്ലത്. ചൊവ്വയുടെ ഇടുമ്പോൾ ആക്റ്റീവ് ആകും, കൂടുതൽ പ്രയോജനമാകും. പക്ഷെ ഒരു കഷ്ടബലം തരുന്ന ഒരു ചൊവ്വയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഗ്രഹങ്ങളുടെ ബലം മനസ്സിലാക്കണം, അഷ്ടബലങ്ങളും മനസ്സിലാക്കണം. ഈ ബലാവസ്ഥകൾ മനസ്സിലാക്കി അത് ദോഷം ചെയ്യുന്ന ഒരു ചൊവ്വയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചുവന്ന വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഭാഗ്യം എന്ന് പറയുന്നത് ചുമ്മാ ബ്ലൈൻഡായിട്ട് എടുക്കാവുന്ന ഒരു കാര്യം അല്ല. ഓക്കെ, എനിക്ക് ഭാഗ്യാധിപതിയുടെ കളർ എടുത്തില്ല, ആ ഭാഗ്യാധിപതിയോടുള്ള ജംസ് ഉപയോഗിക്കുക, അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത്. അത് വളരെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. എനിക്ക് ബുധനാണ് എൻ്റെ ഭാഗ്യാധിപതിയൊക്കെ, ഞാൻ എമറാൾഡ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ശുക്രനാണ് ഭാഗ്യാധിപതി, എനിക്ക് ഉടനെ വജ്രം ഡയമണ്ട് ഉപയോഗിക്കാം. ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത്. അതിനെ ആക്റ്റീവ് ചെയ്യുക. ഉറങ്ങിക്കിടക്കുന്ന പലതിനെ ഉണർത്തി വിടുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. നിങ്ങൾ നല്ല അതിനെ അറിയാവുന്ന ഒരു ആചാര്യനെ തന്നെ വെച്ച് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. സ്വയം ട്രീറ്റ് ചെയ്യരുത്. പലപ്പോഴും അത് അറിയാത്ത കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എനിക്ക് അനുഭവം പലരിൽ നിന്നും കണ്ടിട്ടുണ്ട്. ബ്ലൂ സഫയർ, അതായത് ശനിയുടെ നീല വസ്ത്രവും അതുപോലെ തന്നെയാണ് ബ്ലൂ സഫയർ എന്ന് പറയുന്ന കല്ല്, ജമ്മു അത് തന്നെയാണ്. പലരും വന്നിട്ട് ഒക്കെ 9ാം ഭാവാധിപതി ശനിയാണ് അല്ലെങ്കിൽ 5ാം ഭാവാധിപതി ശനിയാണെന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് എടുത്ത് കയറി ശനിയുടെ ഇതെടുക്കും. ബ്ലൂ സഫയർ നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെ പവർ വന്നിട്ട് ജാതകത്തിൽ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ദോഷകാരിയായിട്ടുള്ള ശനി ആയിരിക്കും ജാതകത്തിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ സഫയർ ഇട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണി കിട്ടും. നിങ്ങൾക്ക് അധിക നാളൊന്നും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് പണി കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് എല്ലാ സയൻസും അതിൻ്റെതായിട്ടുള്ള അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ദയവ് ചെയ്ത് ചെയ്യുക. അല്ലാതെ വെറുതെ എന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് അത് അസ്ട്രോളജിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അസ്ട്രോളജി ശരിക്കും അറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. അറിയാതെ പോയിട്ട് ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സാധാരണക്കാരോട് പോയിട്ടൊരു മരുന്ന് വാങ്ങിച്ച് തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നതും അതിന് പഠിച്ച ഒരു ഡോക്ടറുടെ ഒക്കെ പോയി മരുന്ന് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ അത് വേണ്ടിയ വിധത്തിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള തലവേദനയാണ് അതിനനുസരിച്ചുള്ള മരുന്ന് വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും അടച്ച അസ്ട്രോളജി ശരിയില്ലെന്ന് പറയാതിരിക്കുക. അസ്ട്രോളജി കറക്റ്റാണ്. അസ്ട്രോളജിയെ വേണ്ടിയ വിധം ഉപയോഗിച്ച് വേണ്ടിയ വിധത്തിലുള്ള അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും അസ്ട്രോളജി നല്ലതാണ്. ഓക്കെ, ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. ഉത്രാടം നക്ഷത്രത്തിന് സൂര്യനാണ് അധിപൻ. തീർച്ചയായിട്ടും സാഫ്രോൺ കളർ നല്ലതാണ്. സാഫ്രോൺ കളറിന്റെ കൂടെ ഇപ്പം നമുക്ക് നിൽക്കുന്ന ഗ്രഹാവസ്ഥ നോക്കിയാൽ രാഹു വന്നിട്ട് പറഞ്ഞില്ല, രാഹു വന്നിട്ട് പ്രയോജനപ്പെടുന്നതാണ്. രാഹുവിന്റെ ചെയ്യുമ്പോൾ ഈ രാഹു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പല കളറുള്ള വസ്തുക്കൾ, ഒരേ ഡിസൈൻ അല്ലാതെ പല ഡിസൈനില്ല, ചെറിയ ഡിസൈനുള്ള വസ്ത്രങ്ങളല്ലേ. ഇത് രാഹു ദോഷം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ രാഹു ഇപ്പോൾ നമ്മുടെ ഈ മകരൻ രാശിയിൽ തിരുവോണത്തിനെ രാഹു ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ കളറുള്ള പൂക്കൾ, അതായത് എങ്ങനെ പടംപടമായിട്ടില്ലേ, പല കളറായിട്ടും ഇങ്ങനെ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതുപോലെ കേതുവിന് അതുപോലെ നേരെ തിരിച്ചാണ്. ഈ പറയുന്ന ഡോട്ടായിട്ടുള്ള വസ്ത്രങ്ങളില്ലേ, ഡോട്ടുള്ളത് ഡിസൈൻസ് ഉള്ള ഇത് കേതുവിന് ഉപയോഗിക്കാം. അപ്പോൾ പ്ലെയിൻ ഡ്രസ്സസ് അല്ല, അതിൽ വന്നിട്ട് ഈ കളർ കോഡ്സ് ഉണ്ടായിരിക്കണം. അത് ഒരുമാതിരി പടം മാതിരി പോയ രാഹുവും ഡോട്ടായിട്ട് പോയ കേതു ഉപയോഗിക്കാം. ഇതിന്റെ കളർ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്രാടം നക്ഷത്രത്തിന് ജാതകം നോക്കി ജാതകത്തിൽ വന്നിട്ട് സൂര്യൻ നന്നായിട്ടിരിക്കുന്ന ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ ഉത്രാടത്തിന് സാഫ്രോൺ കളർ നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടും. അതുപോലെ തിരുവോണത്തിനെ സംബന്ധിച്ചോളം അത് തന്നെയാണ്. ചന്ദ്രൻ ജാതകത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ള കളർ ഡ്രസ്സ് ഉപയോഗിക്കുക. അത് തീർച്ചയായിട്ടും
പ്രയോജനപ്പെടും. അവിട്ടം നക്ഷത്രത്തിനും അതുപോലെ ചൊവ്വ നന്നായിട്ടുണ്ടെങ്കിൽ, ജാതകത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ ചുവപ്പ് ഉപയോഗിക്കുക. ഞാൻ എന്താ ഇത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും റിസ്ക് ഉള്ള ഒരു പരിപാടിയായി കളർ റെമഡി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും തോന്നുന്ന വസ്ത്രം എടുത്ത് തോന്നല്ല, അങ്ങനെയല്ല. ഒരു ഗ്രഹത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. കളർ തെറാപ്പി ഉപയോഗിക്കാം. അവരെ ജംസ് ഉപയോഗിക്കാം. ജംസും വളരെ ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്കറിയാം, ചില കേട്ടിട്ടില്ലേ, ചില ഡയമണ്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ല. പലർക്കും വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാക്കാതെ ധരിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ ഇവ ധരിക്കാനും അഥവാ ജംസ് ഉപയോഗിക്കാനും പ്രത്യേകിച്ച് അത് എവിടെ ധരിക്കണം, എന്ന് ധരിക്കണം, ഇതൊക്കെ തീർച്ചയായിട്ടും അറിയണം. അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കളർ റെമഡീസും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹബലം അനുസരിച്ച് കളർ റെമഡീസ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഒരു പരിഹാരവുമാണ്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ആലോചിച്ച് വേണം നമ്മൾ ജംസോ കളർ തെറാപ്പിയോ പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ. വളരെ നല്ല കാര്യം തന്നെയാണ്. പലർക്കും നല്ല, എസ്പെഷ്യലി നിങ്ങൾക്കറിയാം, സെലിബ്രിറ്റീസൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം ഏത് മാല ധരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാവരും പോയി പിന്നെ കരിങ്കാലിമാല ധരിക്കരുത് കേട്ടോ. കരിങ്കാലിമാല ധരിച്ചാൽ അവർക്ക് കാര്യം നടക്കില്ല. അതുപോലെ അത് ദോഷകരമായിട്ടും ചിലപ്പോൾ നടക്കും. അതുപോലെ തന്നെ എല്ലാവരും പോയി രുദ്രാക്ഷം ഇടാൻ പാടില്ല. രുദ്രാക്ഷം ധരിക്കേണ്ടവർ മാത്രം രുദ്രാക്ഷം ധരിക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ളത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ആവശ്യമാണ്, എന്നൊക്കെയുള്ള സൊല്യൂഷൻസ് ആവശ്യമാണ്, നിങ്ങൾ ജാതകം നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ സമയമനുസരിച്ച് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് വേണ്ട റിസൾട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തേങ്ങയാണോ മാങ്ങയാണോ ചോദിക്കുകയല്ല വേണ്ട. ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്ക് ചെറിയ ഒറ്റവാക്കിൽ മറുപടി പറയാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി തരും. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എപ്പോഴും. ഓക്കെ. അസ്ട്രോളജി എന്ന് പറയുന്നത് വലിയ സയൻസാണ്. അത് വന്നിട്ട് എല്ലാവർക്കും എല്ലാം കവർ ചെയ്യാവുന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാം ഈ ഭൂമിയിൽ. അപ്പോൾ സന്തോഷം സുഹൃത്തുക്കളെ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമസ്കാരം.